ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് ഓഫ് ആയിരിക്കുന്ന സമയത്തും നമുക്ക് യൂട്യൂബിലുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിക്കും, പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും, മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമ്മുടെ ഫോൺ നമ്മൾ ഓണായിട്ട് തന്നെ വെക്കണമെന്നില്ല, നമ്മുടെ ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കാം. ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഉപകാരങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നത് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോൺ ചൂടാകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മളുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ബ്രൗസർ ഇൻസ്റ്റാൾ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഏത് ബ്രൗസറാണ് നിങ്ങളുടെ കയ്യിലുള്ളിൽ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ സെർച്ച് ബാറിൽ youtube.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. youtube.com. ഓക്കെ, ശേഷം ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മളുടെ യൂട്യൂബിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് തന്നെ റീഡയറക്റ്റ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. നിങ്ങളുടെ ഫോണിൽ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മളുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ആപ്സ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എല്ലാ ആപ്ലിക്കേഷനും കാണാനായിട്ട് സി ആൾ എന്ന് കൊടുക്കുക. ഇവിടെ യൂട്യൂബ് എവിടെയാണെന്ന് നോക്കുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ എവിടെയാണുള്ളതെന്ന് നോക്കിയിട്ട് അത് കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് വരിക. ഇവിടെ ഓപ്പൺ ബൈ ഡിഫോൾട്ട് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പൺ സപ്പോർട്ട് ലിങ്ക് എന്നുള്ളത് ഇവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത്തരത്തിൽ ഓണായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് അത് റീഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ നമ്മളുടെ ക്രോം ബ്രൗസറിലേക്ക് തന്നെ വരിക. ക്രോം ബ്രൗസറിൽ വന്നതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ youtube.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. youtube.com. നിങ്ങളുടെ ഫോണിൽ ആദ്യമേ തന്നെ ഒരു ബുക്ക് മാർക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് നേരെ വന്നെത്തുന്നത് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസറിൽ തന്നെ അത് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ എങ്ങനെയാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമുക്കിത് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ മാറ്റി കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനത് ഹൈഡ് ചെയ്യുകയാണ്, മറയ്ക്കുകയാണ്. കാരണം ഇത് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് ഈ ചാനലിൽ കോപ്പിറൈറ്റ് വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാനിതിനെ ഹൈഡ് ചെയ്തിരിക്കുന്നത്, മറച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള സെൻട്രലിലുള്ള സ്വിച്ച് ഉണ്ടല്ലോ, ഹോം പേജിലേക്ക് പോകാനുള്ള ആ ഒരു സ്വിച്ച്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അവിടെ ഏതാണോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് നമുക്ക് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്കത് കേൾക്കാനായിട്ട് പറ്റും. ഞാൻ ഈ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഓഫായി പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഇതിലൂടെ നമ്മുടെ പലതരത്തിലുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെമിനാറുകൾ കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെ നമുക്ക് സ്ക്രീൻ ഓൺ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. നമുക്ക് സ്ക്രീൻ ഓഫ് ചെയ്തിട്ടും നമുക്ക് യൂട്യൂബിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.